സർ. യെസ്. ആരാ? സർ. സർ, ഉമാദത്തൻ സൂപ്രണ്ടായി ട്രാൻസ്ഫർ കിട്ടി വന്നതാ. ഓ, തിരുവനന്തപുരത്ത് നിന്ന് അല്ലേ? എങ്ങനെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? അല്ല, സാറിന് എന്നെ മനസ്സിലായില്ലേ? കേട്ടിട്ടുണ്ട്. നമ്മളെ കാണുന്ന ആദ്യമായിട്ടാണല്ലോ. അല്ല മിസ്റ്റർ ദത്തൻ, ഇവിടെ താമസിക്കാൻ എന്തെങ്കിലും സൗകര്യമൊക്കെ ആയോ? ഇല്ല സർ, ഞാൻ നേരെ ഇങ്ങോട്ടാ വന്നേ. ഓ, ഇനി അന്വേഷിക്കണം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്കിവിടെ ഒരുപാട് പരിചയമുണ്ട്, ഞാൻ സഹായിക്കാം. താങ്ക് യു സർ. അല്ല സാറിന് എന്നെ... ഞാനിവിടെ 2-3 വർഷമായി. എനിക്കെന്തോ ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കാലാവസ്ഥ, നല്ല ആളുകൾ. സാധാരണ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് പണിഷ്മെന്റ് ട്രാൻസ്ഫറില്ല. ഞാനും വന്നത് അങ്ങനെ തന്നെയാ. പക്ഷേ എന്തോ ഇവിടെ വന്നപ്പോ വിട്ടുപോകാൻ മനസ്സനുവദിക്കുന്നില്ല. ഇപ്പോ ഇവിടെ ഉത്സവം നടത്താനും പെരുന്നാൾ സംഘടിപ്പിക്കാനും ക്ലബ്ബുകാർക്ക് പരിപാടി സംഘടിപ്പിക്കാനും എല്ലാത്തിനും ഈ DIG സുനിൽ സാർ തന്നെ വേണം. അല്ല, അതൊരു ഭാഗ്യം തന്നെയാണല്ലോ. ഒരുപാട് ആളുകൾ നമ്മളെ സ്നേഹിക്കുക, നമ്മൾ അവരെ സ്നേഹിക്കുക. സ്നേഹം ദൈവമാണല്ലോ സുഹൃത്തെ. എനിവേ മിസ്റ്റർ ദത്തൻ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും പറയണം കേട്ടോ. സർ. എന്നാ പിന്നെ ഐശ്വര്യമായി ചെന്ന് രാഹുകാലത്തിന് മുമ്പ് ജോയിൻ ചെയ്യാൻ നോക്ക്. സർ. അമ്മേ ശരണം, ദേവി ശരണം. ചെല്ല്. മിസ്റ്റർ ദത്തൻ, ഒരു മിനിറ്റ്. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടു. സർ. എന്താ, പേടിച്ചു പോയോ? എന്തിന്? അല്ല, ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചത് പ്രതികാരം ചെയ്യാനാണെന്ന് വിചാരിച്ച്. നീ എന്താ വിചാരിച്ചത്? ഞാൻ നിന്നെ മറന്നുപോയെന്നോ? ലോകത്താരെ മറന്നാലും ഞാൻ നിന്നെ മറക്കുവോ ദത്താ? നോവിച്ചവൻ മറന്നാലും നൊന്തവൻ മറക്കില്ല. കാരണം നോവിന്റെ വേദന അറിഞ്ഞത് അവൻ മാത്രമാ. എല്ലാം സാറിന്റെ തെറ്റിദ്ധാരണ. ഞാൻ സാറിനെ ഒന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. സ്നേഹം മണ്ണാങ്കട്ട. മേണ്ടിപ്പോകരുത് നീ. മേലുദ്യോഗസ്ഥനെ ഒറ്റുകൊടുത്ത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ വാങ്ങി കൊടുത്തതാണോടാ അതിന്റെ സ്നേഹം? സാർ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ എനിക്കും ചിലപ്പോൾ അതേ ഭാഷ ഉപയോഗിക്കേണ്ടി വരും. എങ്കിൽ ഉപയോഗിക്കടാ. കൈയെടുക്കടാ. സോറി സുനിൽ. സുനിലോ? ഏത് സുനിൽ? കോൾ മീ സുനിൽ സർ. പുതുപ്പറമ്പിൽ നാരായണൻ മകൻ സുനിൽ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ PN സുനിൽ കുമാർ IPS. ദൈവം ഉണ്ടെന്ന് നിനക്കിപ്പോ ബോധ്യപ്പെട്ടല്ലോ ദത്ത. അല്ലെങ്കിൽ നിന്നെ ഇപ്പോ ഇങ്ങനെ എന്റെ മുന്നിൽ എന്റെ വിനീത വിധേയനായി കൊണ്ടുവന്ന് നിർത്തുവോ? ഞെട്ടലും ചമ്മലും പേടിയും അപകർഷതാബോധവും മാറി മാറി ഇങ്ങനെ പൂരപ്പറമ്പിലെ കുടമാറ്റം നടത്തുന്ന പോലുള്ള
നിന്റെ ഈ വളിച്ച് വിളറിയ മുഖം എനിക്ക് കാണാൻ കിട്ടൂടാ. താളത്തിൽ, നല്ല ഈണത്തിൽ നീ എന്നെ സുനിൽ സാറേ എന്നൊന്ന് വിളിച്ചേ. ചുമ്മാ കേൾക്കാൻ ഒരു സുഖം. ഞാനങ്ങനെ വിളിക്കുമ്പോൾ സാറിന് സുഖം കിട്ടുമെങ്കിൽ വിളിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സുനിൽ സാറേ. എന്തൊരു സുഖം, എന്തൊരു സമാധാനം. ഇനി എനിക്ക് പോവാലോ? പോകാൻ വരട്ടെ. യൂണിഫോം ഇട്ട് ഭാര്യയ്ക്ക് വീട് പണി ചെയ്തതിന്റെ പേരിൽ പണിഷ്മെന്റ് വാങ്ങി ഈ ഓണം കേറാ മൂലയിൽ എന്റെ ഓർഡർലിയായി എത്തിയ SP ഉമാദത്തിനെ ഞാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ അസൈൻമെന്റ്. മാവോയിസ്റ്റ് വേട്ടക്കിടയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ ജൂറിസ്ഡിക്ഷനിൽ മാത്രം കൊല്ലപ്പെട്ട 18 പോലീസുകാരുടെ ഡേറ്റാസാ ഈ ഫയലിനുള്ളിൽ. ഇത് വെരിഫൈ ചെയ്ത് അപ്ഡേറ്റ് ആക്കി പുതിയ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് വിത്തിൻ 24 hours ഈ ഫയൽ എന്റെ മുന്നിൽ എത്തണം. അല്ലാതെ നിന്നെ ഇടം വല ഞാൻ വിടില്ല. പൊയ്ക്കോ. ഏയ്, സല്യൂട്ട് സല്യൂട്ട്. അടിപൊളി. എന്താണെന്നറിയില്ല, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ മനസ്സിനകത്തൊരു മഞ്ഞു പെയ്ത്ത. ചെല്ല് ചെല്ല്. ഇനി നീ ഇവിടെ നിന്ന് ജീവനോടെ പോണോന്ന് ഞാൻ തീരുമാനിക്കും.